ഇന്ന് കേരളത്തിലെ സ്കൂളുകളിൽ പ്രവേശനോത്സവമായിരുന്നു. കൊച്ചു കുട്ടികൾ പുതുമയാർന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് സ്കൂളുകളിലേക്ക് പോകുന്ന കാഴ്ചയൊക്കെ വളരെ മനോഹരമായി തന്നെ നമ്മൾ ആസ്വദിച്ചു. എന്നാൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ നെടുമങ്ങാട് നിന്ന് നമ്മൾ കേട്ട ആ ഒരു കൊലപാതകം, കേവലം 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു പൈതലിനെ, ഒന്ന് വാവിട്ട് കരയാൻ പോലും ത്രാണിയാവാതെ ഒരു പിഞ്ചു പൈതലിനെ ദേഹമാസകലം ഏകദേശം 51ഓളം മുറിവുകൾ, സിഗരറ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അസാധാരണമായൊരു കൊലപാതകം എന്ന് പറയുന്ന ആ കൊലയാളി കുട്ടിയുടെ അമ്മ അഖിലയും ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ളത്. ഇത് മാപ്പർഹിക്കാത്ത തെറ്റ് തന്നെയാണ്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നൽകുന്ന പോലെ വധശിക്ഷ തന്നെ നൽകിക്കൊണ്ട് ഈ ക്രിമിനൽ സംഘങ്ങളെ, ഈ 2 ക്രിമിനലുകളെയും തൂക്കിലേറ്റണം. കൂടാതെ ഈ തെളിവ് നശിപ്പിക്കാൻ കൂടെ നിന്ന അഷ്കറിൻ്റെ മാതാവിനെയും അവരുടെ സഹോദരി അടക്കമുള്ളവരെയും ഇതിൽ പ്രതി ചേർത്തുകൊണ്ട് തക്കതായ രീതിയിലുള്ള ശിക്ഷ നൽകേണ്ടതുണ്ട്. അഷ്കർ ഇതിനു മുമ്പ് 2022 ആദ്യം കല്യാണം കഴിച്ചത്. ആ കല്യാണം കഴിഞ്ഞ ആ ഭാര്യയെ വിവാഹത്തിന് ശേഷം നിരന്തരമായി ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ട് അസാധാരണമായ രീതിയിലുള്ള പീഡനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ക്രൂരതകൾ ആ ഒരു സ്ത്രീയോട് ചെയ്തു വെച്ച് ഇന്നിപ്പോൾ ആ സ്ത്രീ കോമയിലാണ്. അന്ന് തന്നെ ശക്തമായ രീതിയിലുള്ളൊരു നടപടി ഈ പ്രതിക്കെതിരെ, ഈ കൊലയാളിക്കെതിരെ എടുത്തിരുന്നെങ്കിൽ ഇന്ന് പിഞ്ചു കുഞ്ഞിൻ്റെ ജീവൻ ഒരു പക്ഷേ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്രിമിനൽസുകൾക്ക് ശക്തമായ രീതിയിൽ ഏതൊരു തരത്തിലുള്ള ദയാദാക്ഷിണ്യവും കൂടാതെ വധശിക്ഷ പോലെയുള്ള ശക്തമായ ശിക്ഷകൾ നൽകിക്കൊണ്ട് മാതൃകാപരമായി ശിക്ഷിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.